എന്തുവാണെന്ന് അവൾ എന്ത് ചോദിച്ചാ? കൂമ്പ് കൂമ്പ് കൂമ്പ്. അല്ല വായിച്ചെടുത്താൽ മതി. അപ്പം ഞങ്ങൾ ഇന്നിവിടെ കൂമ്പ് പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അച്ഛൻ പറയുവാണ് ഈ കൊലയുടെ കൂമ്പ് പറിച്ചില്ലെങ്കിൽ ഈ കൊല നന്നായിട്ട് വളർന്നു വരത്തില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചത് കൂമ്പ് പറിച്ച് നമുക്കിന്ന് പൊതിച്ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് പൊതിച്ചോറുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇന്ന് കൂമ്പ് തോരനും കൂടെ ആയ ഒക്കുമല്ലോ. അപ്പോൾ പിന്നെ നമുക്കൊരു കറിയാകുമല്ലോ. അപ്പോൾ അങ്ങനെ അച്ഛൻ കൂമ്പ് പറിച്ചെടുക്കുവാണേ. അച്ഛൻ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം കൂമ്പൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ദിവസേ എവിടെ പോണ്? പാൻറ്റും ചെരുപ്പും ഒക്കെ ഇട്ട് എവിടെ പോന്നു? അപ്പാപ്പൻ എന്തുവാ കൊത്തുന്നത്? ദേവാ ദേവാ അപ്പാപ്പൻ എന്തുവാ കൊത്തുന്ന? എന്തെടുക്കുവാ? തോരനോ? തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും വേവിച്ചങ്ങോട്ട് ഇട്ടാൽ മതി. വേവിച്ചങ്ങോട്ട് അരച്ചിടണം. ഇച്ചിരി വെളുത്തുള്ളി, ഇച്ചിരി ജീരകം ഇതെല്ലാം കൂടെ അരച്ചങ്ങോട്ട് ഇതിനകത്ത് ചേർക്കുക. ദേവസ് ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യുവാ? ദേവയുടെ അച്ഛൻ എവിടെ പോയി? എവിടെ പോയി ദേവാ? അത് അപ്പാപ്പനല്ലേ? എവിടെ പോയി? അച്ഛൻ എവിടെയാ ദേവാ? പട്ടാളത്തിലോ? പൂച്ചയുടെ ഇംഗ്ലീഷ് എന്തുവാ? പൂച്ചക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് എന്തുവാ? പൂച്ചക്ക് ക്യാറ്റ്. ഇല്ല ഇതെന്തുവാണെന്ന് അവൾ എന്ത് ചോദിച്ചാ? കൂമ്പ് കൂമ്പ് കൂമ്പ്. ആ അതിന്റെ കൂമ്പാ ഇത്. വാഴയുടെ കൂമ്പാ ഇത്. അത് അപ്പാപ്പനൊരുമോടെന്നാ. അപ്പോൾ പൊതിച്ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ അതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ തോരനാണ്. നമ്മൾ അരയ്ക്കുന്നൊന്നുമില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ചൂരയുടെ ബാക്കി നമ്മളെടുത്ത് മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. മുളകും കുരുമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി. പിന്നെ നമ്മുടെ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് മുളക് പൊടിയും വറ്റൽ മുളകും പിന്നെ ഉപ്പും ഇഞ്ചിയും ഒക്കെ ചേർത്ത് പുളിയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. എല്ലിവിടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എല്ലാം ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കടുകും വറുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ എടുത്തു വെച്ചിരിക്കുന്നതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ലേശം ഉപ്പ് ഇട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുവാണേ. അപ്പോൾ നമ്മുടെ തോരൻ അങ്ങ് റെഡിയാവും. ഇപ്പോൾ ഈ കിടന്ന് പാടുപെടേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പം അതങ്ങ് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത നമ്മുടെ ചമ്മന്തി അരയ്ക്കണം, പിന്നെ മീൻ വറുക്കണം. അത് മാത്രമേ ഉള്ളൂ പരിപാടികൾ. സിമ്പിൾ പൊതിച്ചോറാണ്. കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റോട് കൂടി നമുക്ക് പൊതിച്ചോറ് കഴിക്കാം. ഇത് ഞാൻ അരയ്ക്കുന്നൊന്നുമില്ല, ജീരകം കിട്ടതൊന്നും അരയ്ക്കുന്നൊന്നുമില്ല കേട്ടോ. എളുപ്പത്തിലുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ തോരനാണ്. പിന്നെ നമുക്ക് മീൻ ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ആ സമയത്ത് നമ്മുടെ മൂടി വെച്ചിരുന്ന നമ്മുടെ
തോരൻ റെഡി ആയിട്ടുണ്ട്. അത് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം കേട്ടോ. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മീനൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കാം. നല്ല ചൂരമീനാണ്. നല്ല കറിയായിരുന്നു കഴിഞ്ഞ ദിവസം വെച്ച ആ മീൻ കറി കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി മീൻ കറിയായിരുന്നു. അപ്പോൾ ആ മീൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പം മീനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി അരച്ചെടുക്കണം. ചമ്മന്തിയും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പരിപാടിയും റെഡി ആയിട്ടുണ്ട്. ബാക്കി നമുക്ക് അച്ചാറുണ്ട്, നാരങ്ങാച്ചാറുണ്ട്, പിന്നെ നമ്മുടെ ഉപ്പിലിട്ട നമ്മുടെ കാന്താരി മുളകുണ്ടല്ലോ. അപ്പോൾ കാന്താരി മുളക് നമ്മൾ അച്ചാറിട്ടായിരുന്നു, അതുകൊണ്ട് അപ്പം നമുക്ക് ബാക്കിയെല്ലാം കൂടെ ഒന്ന് റെഡിയാക്കാം. തോരൻ ഇപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈക്കകത്ത് ഞാൻ ഒറിഗാനോയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിസ്സക്കൊക്കെ ചേർക്കുന്ന ഒറിഗാനയില്ല, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെ ഇതിടുമ്പോഴത്തേക്കും തോന്നാറുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിട്ട് കൊടുക്കുവാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീൻ ഫ്രൈ ആയി കഴിയും. അപ്പോൾ മീൻ ഫ്രൈ ആകുന്ന സമയത്ത് ചമ്മന്തി റെഡിയാക്കി ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതിയല്ലോ. അപ്പോൾ മീൻ കറി, തലേദിവസത്തെ മീൻ കറി നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല അടിപൊളി മീൻ കറിയാണ്, ചൂര മീൻ കറിയാണ്. ചോറ് റെഡി ആയിട്ടുണ്ട്, തോരൻ റെഡി ആയിട്ടുണ്ട്, ചമ്മന്തി, അച്ചാർ, മീൻ വറുത്തത്, ഉപ്പിലിട്ട നമ്മുടെ അച്ചാർ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇതെല്ലാം ഒന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ വാഴയിലേക്ക് ഞാൻ ഈ സമയത്ത് പോയി വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ആകുമ്പോഴത്തേക്കും റെഡിയാകും. ഇന്നത്തെ നമ്മുടെ പൊതിച്ചോറ് റെഡിയാക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇല വെട്ടി പൊതിഞ്ഞ് കെട്ടാം. അപ്പോൾ അച്ഛൻ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചമ്മന്തിയുടെയും തോരൻ്റെയും മീൻകറിയുടെയും ഒക്കെ ടേസ്റ്റ് നോക്കിയിട്ട് അച്ഛൻ അഭിപ്രായം പറയുകയാണ് കേട്ടോ, നല്ലതാണെന്നൊക്കെ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പൊതിച്ചോറ് പൊതിയുന്നതിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഇല വെട്ടാൻ പോകണം. ഞാൻ തന്നെയാണ് ഇപ്പോൾ ഇല വെട്ടുന്നത്. അപ്പോൾ ഇലയൊക്കെ വെട്ടിയിട്ട് നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കണം. പൊതിഞ്ഞെടുത്തിട്ട് ഒരു മണിക്കൂർ ഞാൻ വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പൊതി ഒക്കെ അഴിച്ച് കഴിക്കുന്നത്. അപ്പോൾ ഇനി പൊതിച്ചോറ് പൊതിയാം. ആദ്യം ഞാൻ ചമ്മന്തിയാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ തോരനും റെഡിയാക്കി വെച്ച് കൊടുക്കുവാണേ. ചമ്മന്തി ഒരു ലേശം അച്ഛൻ്റെ പൊതിയാണല്ലോ, അപ്പം ചമ്മന്തിയൊക്കെ അച്ഛൻ ഇച്ചിരി മതി. അപ്പം പിന്നെ അടുത്തത് നമ്മുടെ തോരനാക്കി കൊടുക്കാം. അച്ഛൻ തന്നെ റെഡിയാക്കി തന്ന തോരനാണേ. അപ്പോൾ അച്ഛനും കൊത്തിയൊക്കെ അരിഞ്ഞാണ് ഞാൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പം തോരനും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻ കറി, നല്ല അടിപൊളി മീൻ കറിയാണ്, അതും കൂടെ വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അച്ചാർ, 2 കൂട്ടൻ അച്ചാറുണ്ട്, മീൻ ഫ്രൈ ഉണ്ട്. അപ്പോൾ നമുക്ക് മീൻ ഫ്രൈ വെച്ച് കൊടുക്കാവേ. ചെറിയൊരു പീസ് മീൻ ഫ്രൈ. അച്ഛൻ ഈ എണ്ണ പലഹാരങ്ങളൊന്നും കഴിക്കാറില്ല, എന്നാലും ഞാൻ നിർബന്ധിച്ച് വെച്ചതാണ് കേട്ടോ. അച്ഛനത് വേണ്ടാന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂടെ ആയപ്പോഴത്തേക്കും ഇനി നമുക്ക് ഇതങ്ങ് പൊതിഞ്ഞെടുക്കാം. അച്ചാർ വെച്ചില്ലല്ലോ, പിന്നെ നമ്മുടെ ഉപ്പിലിട്ട മുളകച്ചാർ വെച്ചില്ലല്ലോ, അതും കൂടെ അങ്ങോട്ട് റെഡിയാക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊക്കെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. പൊതിഞ്ഞെടുത്തിട്ട് നമുക്ക് 1 മണിക്കൂർ വെച്ചേക്കാമേ.
ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.